ജെയ് മെയിൻസ് ഫസ്റ്റ് വേസ് എക്സാമിനേഷനിൽ ജനുവരി 21 ഫസ്റ്റ് ഷിഫ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ലെസണിൽ പൊട്ടൻഷ്യൽ എനർജി റിലേറ്റഡ് കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിസ്റ്റൻസ് ഗ്രാഫ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ആ കോൺസെപ്റ്റിന് ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ എനർജി വി വേഴ്സസ് ഡിസ്റ്റൻസ് എക്സ് is given by the graph. Rank various regions as per the magnitudes of the force acting on the particle from high to low. So എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഡിസ്റ്റൻസ് ഗ്രാഫ് തന്നിട്ടുണ്ട് അല്ലേ. ആ ഗ്രാഫിൽ നിന്ന് ഓരോരോ റീജിയനിലും ആക്ട് ചെയ്യുന്ന ആ പാർട്ടിക്കിളിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടിട്ട് ആ ഫോഴ്സ് ഹൈ ടു ലോ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഹൈ ടു ലോ എന്ന് പറയുന്ന ഓർഡറിൽ, അതായത് ഡിസെൻഡിങ് ഓർഡറിൽ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ്സിൻ്റെ ഡിസെൻഡിങ് ഓർഡറിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, ഒന്ന് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്താണ് നമുക്ക് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് പൊട്ടൻഷ്യൽ എനർജി ഡിസ്റ്റൻസ് ഗ്രാഫാണ് അല്ലേ. ആ പൊട്ടൻഷ്യൽ എനർജി ഡിസ്റ്റൻസ് ഗ്രാഫിൽ നിങ്ങൾക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക എഫ് ഈക്വൽ ടു -du/dx എന്നാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക അല്ലേ. ആ du/dx എന്ന് പറയുന്നത് എന്താ? സ്ലോപ്പാണ്. അപ്പോൾ ഫോഴ്സ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് സ്ലോപ്പ് എന്നാണ്, ശരിയല്ലേ? പക്ഷെ ഇവിടെ നമ്മളോട് മാഗ്നിറ്റ്യൂഡ് അല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പറഞ്ഞതെങ്കിൽ നമ്മൾ എന്ത് കണ്ടാൽ മതി? ആ സ്ലോപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കണ്ടാൽ മതി അല്ലേ. അവിടെ നമുക്ക് നോക്കാം, എ ബി എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, ബി സി എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, സി ഡി എന്ന് പറയുന്ന റീജിയൻ ഉണ്ട്, ഡി ഇ എന്ന് പറയുന്ന റീജിയൻ ഉണ്ട് അല്ലേ. ഇവിടെ എ ബി എന്ന് പറയുന്ന റീജിയനിലുള്ള ഫോഴ്സ് എഫ് എ ബി എന്നും, ബി സിയിലുള്ളത് എഫ് ബി സി എന്നും, സി ഡിയിലുള്ളത് എഫ് സി ഡി എന്നും, ഡിയിലുള്ള എഫ് ഡി എന്ന് നമ്മൾ മാർക്ക് ചെയ്താൽ അല്ലേ, ഇവിടെ ഏത് റീജിയനിലാണ് ഫോഴ്സ് മാക്സിമം വരിക എന്ന് ചോദിച്ചാൽ സ്ലോപ്പ് മാക്സിമം ഏതാണോ ആ റീജിയനിലുള്ള ഫോഴ്സ് മാക്സിമം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഏത് റീജിയനിലാണോ സ്ലോപ്പ് മാക്സിമം വരുന്നത് അവിടെ ഫോഴ്സ് മാക്സിമം ആയിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് മാക്സിമം ആയിരിക്കും അല്ലേ. അപ്പം നിങ്ങളത് നോക്കിയാൽ എ ബി ബി സി സി ഡി ഡി നോക്കിയാൽ ഈ സി ഡി എന്ന് പറയുന്ന റീജിയൻ കണ്ടോ? ആ സി ഡി എന്ന് പറയുന്ന റീജിയനിൽ നമ്മൾ നോക്കിയാൽ അവിടെ ഫോഴ്സ് എന്തായിരിക്കും എന്നറിയോ? 0 ആയിരിക്കും, കാരണം സ്ലോപ്പ് 0 ആണ് അല്ലേ. ബാക്കി എല്ലാ സ്ഥലത്തും എന്തുണ്ട്? സ്ലോപ്പ് ഉണ്ട് അല്ലേ. അപ്പം മിനിമം ഫോഴ്സ്, അതായത് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മിനിമം വരുന്നത് സി ഡി എന്ന് പറയുന്ന റീജിയനിലാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കണം മക്കളെ, എഫ് സി ഡി ആണ് മിനിമം അല്ലേ. അപ്പോൾ എഫ് സി ഡി മിനിമം വരണം. ഇനി നിങ്ങൾ നോക്ക്, ഇവിടെ ഏത് കേസിലാണ് സ്ലോപ്പ് മാക്സിമം വരുന്നത്? സി ഡി നമ്മൾ ഒഴിവാക്കി, എ ബി ഉണ്ട്, ബി സി ഉണ്ട്, ഡി ഉണ്ട് അല്ലേ. എവിടെയാണ് സ്ലോപ്പ് മാക്സിമം വരുന്നത്? സ്ലോപ്പ് മാക്സിമം വരുന്നത് ബി സിയിലാണ് അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും അല്ലേ. അപ്പോൾ മാക്സിമം ഫോഴ്സ് വരുന്നത് ബി സി എന്ന് പറയുന്ന റീജിയനിലാണ്, മിനിമം വരുന്നത് സി ഡിയിലാണ്. അപ്പോൾ എഫ് ബി സി മാക്സിമവും എഫ് സി ഡി മിനിമവും വരണം. സോ ആൻസർ ഓപ്ഷൻ 4 ആണ് വരുന്നത്. അപ്പോൾ 4 ആണ് നമ്മുടെ ആൻസർ വരിക.